എനിക്ക് അച്ഛനും പോലും തകർക്കുകയാണ്. സീരിയസ്ലി പറഞ്ഞത് അച്ഛൻ മിക്കവാറും നോക്കണ്ട, അച്ഛനെ പിടിച്ചാൽ കിട്ടൂല, ചേർത്ത പോലീസ് ആയിരിക്കും. അടുത്ത സിനിമയിൽ മിക്കവാറും മകനേക്കാൾ ആദ്യം മുമ്പ് അച്ഛൻ മകൻ അഭിനയിക്കുക അച്ഛൻ അഭിനയിച്ചുകൂടാ. അല്ലേ? ശരിയല്ലേ? വീട്ടിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അതൊക്കെ പോയി. ഈ ഒരു ടൈമിൽ അമ്മേനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? കാരണം അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. നമസ്കാരം. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് പാളയം PC എന്ന് പറയുന്ന സിനിമയിലെ പ്രൊഡ്യൂസറും പ്രൊഡ്യൂസറിന്റെ മകനും. പ്രൊഡ്യൂസറിന്റെ പേര് ഡോക്ടർ സൂരജ് ജോൺ വർക്കി എന്നും പിന്നെ മകൻ സ്വരൂപ് വർക്കി. അപ്പോൾ വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കാനുള്ളത്, ഫസ്റ്റ് പ്രൊഡ്യൂസിംഗ് മൂവി ആണല്ലോ ഇത്. അപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു കസേരയിലിരിക്കുമ്പോൾ? ടു പ്രൊഡ്യൂസ് എ ഫിലിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് പ്രോജക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ഇത്രയും വലിയൊരു പ്രോസസ്സാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കാതെ തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഇപ്പം അതിൻ്റെ കൂടെ ആ ഒരു ട്രാവലിൽ ഇങ്ങനെ പോയപ്പം ഐ ഫീൽ ദാറ്റ് ഐ ഹാവ് ഡൺ ടു ദ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി. അപ്പോൾ ഇതുവരെ എത്തിച്ചല്ലോ. സോ വി ആർ ഗോയിങ് ടു റിലീസ് ദിസ് ഫിലിം ഓൺ 5th of January. So almost in the final phase. Yes. So നല്ല പ്രതീക്ഷയുണ്ട് പുതുവർഷത്തിൽ. കാരണം ഞാൻ ഇതിന്റെ എല്ലാ പ്രോസസ്സിലും ക്രൂവിന്റെ കൂടെ ഉണ്ടായിരുന്നു. മോർ ദാൻ എ പ്രൊഡ്യൂസർ, ഞാൻ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ മുതൽ ഫൈനൽ ഔട്ട് വരെ ഫുള്ളായിട്ട് ഇതിൽ ഇൻവോൾവ് ആണ്. അനിൽ സാർ അത് പറഞ്ഞു, ഉറപ്പായിട്ടും പറഞ്ഞു. ഒരു ഫാമിലി മെമ്പറിനെ പോലെ കണ്ടാണ് ഇതിന്റെ എല്ലാ കാര്യത്തിനും, ഈവൻ ഒരു ടേക്കിനാണെങ്കിലും കൂടെ തന്നെ നിന്നു. സാധാരണ പ്രൊഡ്യൂസേഴ്സിനെ പോലെയല്ല, എൻറ്റയർലി യു ആർ ഡിഫറെന്റ് എന്ന് ഞാൻ കേട്ടു. അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ പ്രോജക്റ്റ് ആണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആകുമ്പോൾ യു ഹാവ് ടു ബി ദെയർ. താൻ ഏറെ പോയാലും താൻ തന്നെ പോകണം എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അപ്പൊ അത് ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതെ. അപ്പൊ എങ്ങനെ, നല്ല രസമായിരുന്നു സെറ്റൊക്കെ, ലൊക്കേഷൻസ് ഒക്കെ പോയതും ട്രാവൽസും? ഇതില് മെയിനായിട്ട് ലൊക്കേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു 90% ലൊക്കേഷൻസും ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ആ സമയത്ത് എന്റെ മനസ്സിൽ കുറെ ലൊക്കേഷൻസ് വന്നു. ആക്ച്വലി എനിക്ക് കക്കാടംപോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അൻവറിന്റെ പാർക്ക്, അതാണ് അതിന് ഫേമസ്. PV അൻവറിന്റെ ഒരു പാർക്ക് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതിന് വളരെ ക്ലോസ് ആയിട്ട് എനിക്കൊരു ഫാം സ്റ്റേ ഉണ്ട്. അപ്പൊ ആ ഏരിയ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഒരു ഈ സൈഡാണ്, നിലമ്പൂർ സൈഡാണ്. ഇറ്റ്സ് ക്ലോസ് ബൈ ടു തുഷാരഗിരി. കേട്ടിട്ടുണ്ടോ? തുഷാരഗിരി വാട്ടർഫോൾസ് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നല്ലൊരു ടെറൈനാണ്. അപ്പൊ ഇതിന്റെ മിക്ക ഓൾമോസ്റ്റ് ഒരു 90% പിക്ചറൈസേഷനും ആ ഒരു വെസ്റ്റേൺ ഗാർഡ്സ് പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രെയിം ബ്യൂട്ടി ഈ ഫിലിമിലുണ്ട്. കക്കാടംപോയിൽ, വയനാടിന്റെ പല ഭാഗങ്ങൾ, മേപ്പാടി, ആ ഏരിയയിലാണ് ഇത് അധികവും നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പാളയം PC ആയതുകൊണ്ട് പാളയത്തും നമ്മൾ കാലിക്കറ്റ് പാളയത്തും കോഴിക്കോട് പാളയത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറെ ഭാഗം. അപ്പൊ മകനാണ് ഇരിക്കുന്നത് അടുത്ത്. സോ വാട്ട് യു ഫീൽ ആസ് എ ഡാഡ്? മോൻ ഇതിനകത്തൊരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ടല്ലേ? അതെ. അപ്പം യുവർ ഫസ്റ്റ് മൂവി റൈറ്റ്? സോ എന്താണ് ചെയ്യുന്നത് ആക്ച്വലി ഇൻ റിയൽ ലൈഫ്? വാട്ട് ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, പുറത്ത് പഠിക്കുക, ഫിലിപ്പീൻസിലാണ്. യൂണിവേഴ്സിറ്റി ഓഫ് പെർപെച്വൽ എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിക്കുന്നത്. സെക്കൻഡ് ഇയർ MD സ്റ്റുഡന്റ് ആണ്. ഓക്കെ. അപ്പൊ ഈ മൂവിയിൽ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ഒബിയസ്ലി ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്തോണ്ടിരുന്നു, ഓഡിഷൻസിന് പോയായിരുന്നു. 2 പ്രീ പ്രൊഡക്ഷന് പോയതായിരുന്നു. ആക്ച്വലി ഈ പ്രോജക്റ്റിലേക്ക് ഞാൻ വന്നത് മോനിലൂടെയാണ്. സാധാരണ നേരെ തിരിച്ചാണല്ലോ ഫിലിമിൽ ഉണ്ടാവുക. ഫാദർ ആണല്ലോ സണ്ണിനെ ഇനിഷ്യേറ്റ് ചെയ്യുക. ഇത് നേരെ തിരിച്ചാണ്, സണ്ണാണ് ഫാദർ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. കോവിഡ് ഇടയിൽ ഇങ്ങനെ ഓഡിഷൻസിന് പോയിട്ട് പിന്നെ സെലക്ഷൻ കിട്ടിയപ്പോ പ്രീ പ്രൊഡക്ഷൻ ആയിരുന്നു. പക്ഷെ പിന്നെ ആ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. തുടക്കത്തെ ഞാൻ ബാക്കപ്പ് ചെയ്തു. രണ്ടാമത്തെ ആണെങ്കിലും ഫിലിം പ്രോജക്റ്റ് നടന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വേഷം തന്നു. അങ്ങനെ ദൈവാനുഗ്രഹിച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ, എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ പടത്തിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്കൊരു അവസരം ഒന്നും ഞാൻ എന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ വലിയ വലിയ ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഉണ്ടല്ലോ. അപ്പൊ ആർട്ടിസ്റ്റിന്റെ കൂടെ ഒക്കെ പെർഫോം ചെയ്യാനും കാണാനും ഒക്കെ പിന്നെ അതെ, അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അതെ, പുതിയതായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഡെയിലി ബേസിസ് കാണുന്നില്ല, നമ്മൾ ഈ സ്ക്രീനിലല്ലേ കാണുന്നുള്ളൂ. ആർട്ടിസ്റ്റിനെ കാണുന്നു, സിനിമകൾ കാണുന്നു. എങ്ങനെ ഇതിന്റെ ഒരു പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടല്ലോ, ലെങ്തി പ്രോസസ് ആണ്. ഫ്രം പ്രീ പ്രൊഡക്ഷൻ ടു പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പപ്പ പറഞ്ഞ പോലെ കുറെ
ഡിപ്പാർട്ട്മെന്റ്സ്, കുറെ ക്രൂ എന്ന് പറയുമ്പോൾ അത് ഒന്നോ പത്തിലൊതുങ്ങുന്ന ആൾക്കാരൊന്നും അല്ല, ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മള് സ്ഥിരം ഇങ്ങനെ ഡേ ബൈ ഡേ നമ്മളിങ്ങനെ ഇതിന്റെ പ്രോസസ്സ് കാണുമ്പോൾ, ആൾക്കാരെ കാണുമ്പോൾ, പരിചയപ്പെടുമ്പോൾ അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെന്റും എൻജോയ്മെന്റിലൊക്കെ ചെയ്ത ഒരു വർക്ക് തന്നെയാണ്. പിന്നെ എന്റെ ക്യാരക്ടറും അതുപോലെ അത്രയും ഒരു എക്സൈറ്റിംഗ് ക്യാരക്ടർ ആയിരുന്നു. എന്താണ് ക്യാരക്ടർ? ഇങ്ങനെ കോമഡി അങ്ങനെ എന്തെങ്കിലും ആണോ? നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള റോളാണ്. പക്ഷെ അതിൻ്റെതായുള്ള ഡിഫറെന്റ് എന്താ പറയാ കുറെ ജോണേഴ്സ് തൊടുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു യൂത്ത് ക്യാരക്ടറാണ്, പക്ഷെ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു ക്യാരക്ടർ അല്ല. അല്ലാത്ത കുറെ, അതായത് ഇപ്പൊ ഡാൻസ് സീക്വൻസസ് ഉണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത കുറെ നമുക്ക് സീൻസ് കാണാം. ലൈക് യൂഷ്വൽ നമ്മൾ കണ്ടുവരുന്ന നെഗറ്റീവ് ഷെയ്ഡിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ക്ലീഷേ അല്ലാത്ത രീതിയിൽ ഉള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാ സെഗ്മെന്റിലും തൊട്ടിട്ടുണ്ട്. ഒരു വിനീത് ശ്രീനിവാസൻ റെൻഡർ ചെയ്ത ഒരു സോങ് ഉണ്ട്, അതിൽ അദ്ദേഹം നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഒരു ടാലന്റ് ഉണ്ട്. ഒരെണ്ണം ഞാൻ സെൽഫ് കൊറിയോഗ്രാഫി ചെയ്തതാ. അതിന്റെ ലിറിക്സ് ഞാൻ എഴുതിയതാണ്. നമ്മളെ ആളെ പണികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഫ്രീഡം നമുക്ക് ഡയറക്ടർ തരുകയും ചെയ്തു കേട്ടോ, അതും നമ്മൾ പറയണം. അപ്പൊ ഞാൻ ഇതില് വേറൊരു സോങ്, ഒരു ക്വയർ സോങ്, ക്രിസ്ത്യൻ ക്വയർ സോങ് എഴുതാൻ ഇടയായെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഞങ്ങൾ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഡയറക്ടർ പറഞ്ഞു നമുക്കൊരു ക്രിസ്ത്യൻ സോങ് ഇതിൽ വേണം. അപ്പം ഞാൻ പറഞ്ഞ ചെയ്യാലോ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഓണ്ട് ഉണ്ട്, ഷീ യൂസ് ടു പെൻ ഇങ്ങനത്തെ സോങ്സ് ഒക്കെ പെൻ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, നമുക്ക് വേണമെങ്കിൽ പുള്ളിക്കാരി ഒന്ന് അപ്രോച്ച് ചെയ്യാൻ. ഡയറക്ടർ ഇങ്ങനെ കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു ഡോക്ടർക്ക് എഴുതി കൂടെ ചോദിച്ചു. അപ്പൊ ഞാൻ ഐ വാസ് ടേക്കൻ ബൈ സർപ്രൈസ്. ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണല്ലോ. അല്ല, ഡോക്ടർ ഒന്ന് ട്രൈ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ശരി നോക്കാന്ന് പറഞ്ഞു. ഒരു ദിവസം രാത്രി ഇരുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എഴുതി, അങ്ങനെയാണ് ആ സോങ് എന്റെ ലിറിക്സ് എഴുതാൻ ഇടയായത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയല്ലേ? കാരണം എക്സ്പെക്ട് ചെയ്തില്ലല്ലോ ഇങ്ങനെ ഒരു. അല്ല, ഒന്നും ഞാൻ ആക്ച്വലി ഞാൻ ഇതിൽ വന്നപ്പം ഞാൻ ആക്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ഇതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും, പിന്നെ അതിന്റെ കൂടെ നമുക്ക് ആ ഒരു ട്രാവലില് കൂടെ ഇൻവോൾവ് ആവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത്. പിന്നെ ഞാനത് ഒക്കെ ഡയറക്ടർ പറഞ്ഞു നമുക്കൊന്ന് നോക്കാം, ഞങ്ങൾക്കൊരു ലുക്ക് ഉണ്ട്, പോലീസ് ലുക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ എനിക്കും ഞാൻ ആക്ച്വലി ആക്ടിങ് എന്റെ ഇതിലൊന്നുമില്ല. ഐ എം നോട്ട്, മേ ബി ഒരു ചെറിയ ഡ്രാമ എന്തോ എന്റെ ക്ലാസ്മേറ്റ്സിന്റെ ഗ്രൂപ്പിൽ ആനുവൽ ഡേ ഒക്കെ ചെയ്തിട്ടൊന്നല്ലാതെ വേറൊരു ആക്ടിങ് എക്സ്പീരിയൻസ് ആസ് സച്ച് എനിക്കില്ല. പിന്നെ കാരണം പപ്പ ത്രൂ ഔട്ട് ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് തൊട്ട്, സാധാരണ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മള് എന്താ പറയാ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് എപ്പോഴും ഫസ്റ്റ് നമ്മുടെ മനസ്സിലാക്കുന്നത്. ലൊക്കേഷൻ ഹണ്ട് തൊട്ട് എന്താ പറയാ ബാക്കി കോസ്റ്റ്യൂംസ്, എന്താ പറയാ പ്രൊഡക്ഷന്റെ കാര്യങ്ങള്, ഫുഡ്, എല്ലാ കാര്യങ്ങളും പപ്പയുടെ ഒരു കൈ എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലയിലും ചെന്നുണ്ട്. കാരണം പപ്പയുടെ ഒരു ശ്രദ്ധ, അതുകൊണ്ടാണ് കുറെ എന്താ പറയാ ഈ സിനിമയുടെ ഭൂരിഭാഗം കാര്യങ്ങളും പപ്പയ്ക്ക് അതുകൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറെ കാര്യങ്ങൾ എന്താ പറയാ പപ്പ അത് മാനേജ് ചെയ്തുകൊണ്ട് ആ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു എന്താ പറയാ എല്ലാവർക്കും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല പപ്പയ്ക്ക് കിട്ടും. അത് സ്വന്തമായിട്ട് പപ്പ ഏൺ ചെയ്തതാണ്. അത് തുടക്കം തൊട്ട് അവസാനം വരെ ഫിലിമിന്റെ എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഒബിയസ്ലി ഭയങ്കര പ്രൗഡാണ്. പിന്നെ ഞാനും വിചാരിച്ചല്ലേ പപ്പ ഇങ്ങനെ ആക്ട് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായി വീട്ടില് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നല്ലോ, അതൊക്കെ അതോടുകൂടി പോയി. അതെ സീരിയസ് ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു അടിപൊളി ക്യാരക്ടറാണ്. പോലീസാന്ന് വെച്ചാൽ നമ്മൾക്ക് ആവാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയെങ്കിലും ആവാലോ. ഞാൻ സത്യം പറഞ്ഞ പപ്പേനെ കുറിച്ച് പ്രൗഡ് എന്ന് പറയുമ്പോൾ എന്റെ ഫസ്റ്റ് മനസ്സിൽ, കാരണം ഞാൻ ആസ് എ മെഡിക്കൽ സ്റ്റുഡന്റ് ഒരു ഡോക്ടറായിട്ട് ചെറുപ്പം തൊട്ടേ എന്താ പറയാ കണ്ടുവന്നതാണ് ഞാൻ ഏറ്റവും പ്രൗഡായുള്ള കാര്യം. കാരണം ആസ് എ സൺ എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ നിന്ന് ഇങ്ങനെ ബസ്സിൽ വരുമ്പോൾ എന്താ പറയാ ഈ കോഴിക്കോട് എത്താനാകുമ്പോൾ എന്താ പറയാ ആൾക്കാർ ബസ്സിൽ കയറുമ്പോൾ ഇങ്ങനെ ചോദിക്കുമല്ലോ, നമ്മളോട് ചോദിക്കല്ലോ, വിശേഷങ്ങൾ ചോദിക്കും, എന്താണ് പാരന്റ്സ് എവിടെയാണ്, വീട് എവിടെയാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഇങ്ങനെ ഇന്ന ആളുടെ മോനോ ഡോക്ടർ സൂരജിന്റെ മോനോ ആണോ. അപ്പം അവര് കുറെ കഥകൾ പറയും, അല്ലെങ്കിൽ അവരുടെ ഉമ്മേനെ അല്ലെങ്കിൽ ഉപ്പേനെ ചികിത്സിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിനെ ആരോ വെച്ച റിലേറ്റീവ്സ്. അപ്പൊ എനിക്കതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൗഡായുള്ള കാര്യം അതാണ്. ആസ് എ സൺ എന്ന നിലയിൽ പപ്പയ്ക്ക് കിട്ടുന്ന റെസ്പെക്ട് ആസ് എ പ്രൊഫഷണൽ. അപ്പം അതാണ് എന്റെ ഏറ്റവും കൂടുതൽ
എന്താ പറയാ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. പിന്നെ ഒബിയസ്ലി സിനിമ എന്താ പറയാ അത് എനിക്ക് ഞാൻ അത്രയും 2 കൊല്ലം ആഗ്രഹിച്ചിട്ട് എനിക്ക് പപ്പ തന്നപ്പോ ഒബിയസ്ലി പപ്പയ്ക്ക് അത് ഞാൻ ചെയ്യുന്നതിനെക്കാട്ടും നന്നായിട്ട് പപ്പയുടെ ക്യാരക്ടർ ചെയ്തപ്പോഴും ഈ സിനിമ ഇത്രയും ആസ് എ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇത്രയും അടിപൊളിയായിട്ട് കൊണ്ടുവന്നപ്പം ഐ വാസ് വെരി പ്രൗഡ്. ഇപ്പോഴും അതെ, നീ മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അച്ഛൻ പ്രൗഡ് അവിടെ പറയുന്നു, സന്തോഷം പറയുന്നു, മകൻ ഇവിടെ പറയുന്നു, എനിക്ക് വയ്യ ആകെ. സത്യം പറ, നിങ്ങള് സാറാണ് എനിക്ക് തോന്നുന്നു ഫുൾ ആ സിനിമയില് ഇവിടെ ഒന്നും കൈ തൊടാത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ നമ്മളാണല്ലോ ചെയ്യേണ്ടത്, ഒക്കെ ഇൻവോൾവ് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ മേഖലയിലും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ മിക്ക പ്രൊഡ്യൂസേഴ്സും ഞാൻ പലരിടത്തു നിന്നുള്ള ഇന്ററാക്ഷൻ വഴി മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, അവര് ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാവും, അവർ ഈ ഫിനാൻസ് അവർക്ക് കൊടുക്കും, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും, ആരും അങ്ങനെ വല്ലാണ്ട് ഇൻവോൾവ് ചെയ്യാറില്ല. ബട്ട് ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രൊഡ്യൂസർ ഷുഡ് ഗെറ്റ് ഇൻവോൾവ് ഇൻ ഈച്ച് ആൻഡ് എവറി segment of the process of a film making. That's a point to the producers alle. അല്ല ഞാൻ അതിന് ആളല്ല കേട്ടോ. By interacting with film makers, പലരുമായിട്ടും ഞാനിപ്പോൾ ഇന്ററാക്ട് ചെയ്തു. നോട്ട് ഓൺലി ഫ്രം ദ ക്രൂ മെമ്പേഴ്സ് ഓഫ് മൈ സെറ്റ്, പുറമേ നിന്നുള്ള ഒത്തിരി പേര് എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പലരും അറിയാലോ, ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോഴേക്കും കുറെ പേര് സ്ക്രിപ്റ്റ് കഥ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ കുറെ ഫ്രണ്ട്ഷിപ്പ് എനിക്കിപ്പം ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് തന്നെ ഫിലിം സർക്കിളില് കുറെ പേര് ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് എന്തെങ്കിലും പ്രോജക്ട്സ് വന്നു തുടങ്ങിയോ? ഇതൊന്ന് റിലീസ് ചെയ്ത ഓഡിയൻസിന്റെ റെസ്പോൺസ് എന്തായാലും വരട്ടെ. നല്ലൊരു ലുക്കും ഉണ്ട് ഭാവിയിൽ. അല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞത്, അച്ഛൻ മിക്കവാറും നോക്കണ്ട, അച്ഛനെ പിടിച്ചാൽ കിട്ടൂല, പോലീസ്. അടുത്ത സിനിമയിൽ മിക്കവാറും മകനേക്കാൾ ആദ്യം മുമ്പ് അച്ഛൻ. ഞാനൊന്ന് പച്ച പിടിച്ചിട്ട്, അതെ ഞാൻ നാട്ടിലുള്ളപ്പോ കുറെ സിനിമയൊക്കെ ചെയ്തിട്ട് മതി അച്ഛൻ, ഞാനൊന്ന് പച്ച പിടിക്കട്ടെ എന്ന് പറഞ്ഞു. See, he is doing a very difficult course. കോഴ്സ് നിങ്ങൾക്ക് അറിയാലോ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു എപ്പോഴും അതിനൊരു പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫിലിം യു ക്യാൻ ഡു അറ്റ് എനി പോയിന്റ് ഇൻ ടൈം. എന്താ പറയാ, പപ്പ ഭയങ്കര ഓപ്പൺ ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ഫിലിമിൽ ഇങ്ങനെ എനിക്ക് സിനിമ അഭിനയിക്കാൻ, കാരണം അതും എന്റെ ഒരു പാഷനാണ്. പക്ഷെ സ്റ്റഡീസ് ആയിരുന്നു എപ്പോഴും ഇമ്പോർട്ടന്റ്. ഞാൻ കോളേജിൽ കയറിയതിന് ശേഷമാണ് ഇങ്ങനെ, അപ്പൊ കോവിഡ് ആയിരുന്നു, അപ്പൊ എനിക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ എന്താ പറയാ ഓഡിഷൻസിന് പൊക്കോണ്ടിരുന്നത്. അപ്പൊ ഇവര് ഭയങ്കര ഞങ്ങളെ അറിയിക്കാതാട്ടോ ആള് പോയിരിക്കുന്നത് ഓഡിഷനൊക്കെ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അറിയാം. ഞാനിങ്ങനെ ഞാനൊരു സ്ഥലം വരെ പോയി വരാം ഒക്കെ പറയാ. പിന്നെ വൈകുന്നേരം വന്ന് വരും ഞാനിങ്ങനെ ഒരു ഓഡിഷന് പോയിരുന്നു, അപ്പൊ അവിടെ ഇങ്ങനെ അവര് വരാൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ച കാര്യം ഞാൻ പറഞ്ഞില്ല. പക്ഷെ പോയപ്പോ ഞാൻ പപ്പനോട് പറഞ്ഞത് ഇങ്ങനെ എനിക്കൊരു ഓഡിഷൻ ഇങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പോകുന്ന അത് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും പപ്പയും അമ്മയും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇനി ഈ ഒരു ടൈമിൽ അമ്മേനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? കാരണം അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ എന്തായാലും പ്രേക്ഷകരോട് എന്താണ് ആസ് എ പ്രൊഡ്യൂസർ ആസ് എൻ ആക്ടർ എന്താണ് പറയാനുള്ളത്? സോറി, പ്രൊഡ്യൂസർ മാത്രമല്ല, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, റൈറ്ററാണ്, എല്ലാം ഉണ്ട്. ഇനിയിപ്പോ പറയാൻ പറ്റില്ല, ഇനിയും വരും. എന്താ പറയാ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പത്തെ കാലത്തൊരു വലിയ വിവാദം ഉണ്ടല്ലോ യൂട്യൂബേഴ്സ് റിവ്യൂസ് ഒക്കെ വെച്ച്. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അവര് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു റിവ്യൂയിങ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണ്, ചിലപ്പം പലർക്കും പല ഫിലിംസും വർക്കൗട്ട് ആയില്ല എന്ന് വരും. ഒരിക്കലും വർക്കൗട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രൂ വന്നിട്ട് ഒരു ഫിലിം എടുക്കില്ല. അപ്പൊ അവരുടെ ഒരു കോൺസെപ്റ്റ് അവരെങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നെന്നുള്ളത് ചിലപ്പം വ്യത്യാസം വരും. പലരുടെയും കണ്ണില് വ്യത്യാസങ്ങൾ. നമ്മൾ നല്ല പടാന്ന് വിചാരിച്ചിറക്കുന്നത് ചിലർക്ക് പ്രേക്ഷകർക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് നമ്മുടെ ഒരു ഫിലിമില്. ഒട്ടും ലാഗ് ഇല്ലാത്തൊരു നല്ലൊരു സബ്ജക്റ്റ് ആണ്. ഇതൊരു കോമഡി ഫാമിലി ത്രില്ലർ എന്ന് പറഞ്ഞൊരു ജോണറിലാണ് നമ്മൾ ഇത് പോയിരിക്കുന്നത്. നല്ല കോമഡി സീക്വൻസസ് ഇതിലുണ്ട്, ഒട്ടും ലാഗ് ഇല്ല. നല്ല ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയും ഇതിലുണ്ട്. ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വെരി ഇന്റലിജന്റ്, എന്തായാലും നമ്മളെ ഒന്നും ശ്രദ്ധയിൽപ്പെടാത്ത പോലീസ് കോൺസ്റ്റബിൾ ഞങ്ങൾ ഈ ഫിലിം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണല്ലോ പാളയം PC ഇതിന്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത്. മോൻ എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്?
പപ്പ പറഞ്ഞ പോലെ എന്താ പറയാ, ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരും എല്ലാവരും ഈ ക്രൂവിൽ വർക്ക് ചെയ്ത എല്ലാവരും, പപ്പ തൊട്ട് ബാക്കി എല്ലാവരും എന്താ പറയുക, ഇതിന്റെ ഡയറക്ടർ അന്നങ്ങളായിരുന്നു ആണെങ്കിലും അതുപോലെ തന്നെ ക്യാമറമാൻ ആണെങ്കിലും ബാക്കി എല്ലാവരും ക്രൂവിലുണ്ടായിരുന്ന എല്ലാവരും അത്ര എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്തൊരു ഫിലിമാണ്. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണാം. ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് എൻ്റെ അപേക്ഷ. കാരണം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു 2.5 hours ഉള്ള ഒരു എന്താ പറയുക ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇനിയിപ്പം ഓഡിയൻസ് തീരുമാനിക്കട്ടെ എങ്ങനെയുണ്ട് സിനിമ, അവരുടെ അഭിപ്രായം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളൊരു ആഗ്രഹം. അപേക്ഷിക്കുകയാണ്. ഇനിയും നല്ല പ്രൊജക്ട്സ് വരട്ടെ, എവിടെയും വരട്ടെ, രണ്ടുപേരും അഭിനയിച്ച് തകർക്കുക. എന്തായാലും ഫ്യൂച്ചറിൽ എന്തായാലും മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ് a lot. താങ്ക്സ്.